ഒരു നേന്ത്രപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടി ഉണ്ടാക്കിയല്ലോ. അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പം നമ്മുടെ നോമ്പൊക്കെ വരാറായില്ലേ. നമുക്ക് ഈ നോമ്പിനൊക്കെ ഇതുപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കിയാൽ അത്രയും നല്ല ടേസ്റ്റാണ്. ആദ്യം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയുള്ള നല്ല പഴുത്ത പഴമായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നല്ല പഴുപ്പുള്ള പഴം തന്നെയാണ് എടുത്തത്. നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയാണ്. ഇതുപോലെ ആദ്യം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയിൽ തന്നെ മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ലേ. എന്നാലാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അഥവാ ആവശ്യമുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടി ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. നമ്മുടെ മൈദ മുട്ടൊക്കെ നല്ല മിക്സ് ആകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 3 ബ്രെഡാണ് എടുത്തത്. അത് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമ്മളെ മാവിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം ഇതുപോലെ ഇട്ടതിന് ശേഷം നല്ലോണം എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ തന്നെ ഇതുപോലെ മിക്സാക്കി എടുക്കണേ. അതിനുശേഷം നമ്മൾ പൊടിച്ച ബ്രെഡിലേക്ക് ഇതുപോലെ മുക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. അടുത്തൊരു ബ്രെഡ് കൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളറാകുന്ന വരെ ആക്കിയിട്ടേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ആക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്. മുട്ടൻ്റെയും പഴത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയാണ് നമുക്ക് ആക്കിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ഒരു പഴം കൊണ്ടുള്ള ചായക്കടി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.